module 3, which is indefinite integrals. Indefinite integrals. Okay, so if f of x is a function, then we know that f dash of x is its derivative, right? Then what about integral f of x dx? It is called actually integration എന്ന് പറയും, but it is also called antiderivative, that is opposite of derivative, antiderivative. And we also know that if d by dx of f of x is equal to, or let me put it in this way, if d by dx of capital f of x is equal to small f of x, then integral of the small f of x will be this capital F of x. Right? So we know that if capital F dash of x is the small f of x, then integration of f of x is equal to capital F of x. For example, we know that integral x dx is equal to x square by 2 plus c. Right? That is because ഇതിൻ്റെ derivative. So this is your small f of x, this is your capital F of x. So let's see what is f dash of x. f dash of x എന്ന് പറഞ്ഞാൽ derivative of x square by 2 plus c, which is derivative കാണുമ്പോൾ 1 by 2 into 2x plus 0, that is x itself. അപ്പോൾ ഇവിടുത്തെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ളത്, അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച്. സോ ബോത്ത് ആർ ഓപ്പോസിറ്റ് ഫങ്ഷൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് നോളേജ് അബൌട്ട് ഇൻ്റഗ്രേഷൻ വേണ്ടത്. സോ ഇൻ ദിസ് സെക്ഷൻ ഫസ്റ്റ് is the definition of anti-derivative. Anti-derivative എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫിനെ നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയണമെങ്കിൽ സിമ്പിളാണ്. ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം സ്മോൾ എക്സ് എഫ് ഓഫ് എക്സ്. ഇറ്റ് ഷുഡ് ബി ഫോർ എവറി എക്സിന് ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈനിൽ അതിൻ്റെ ഡെറിവേറ്റീവ്. ക്യാപിറ്റൽ എഫിനെ നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് എന്ന് പറയണമെങ്കിൽ ഇൻ ദ ഇൻ്റർവെൽ if capital F dash of x is equal to small f of x. So ഇന്നൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. that is show that capital F1 of x is equal to x cube. അതുപോലെ capital F2 of x തന്നിട്ടുണ്ട്, that is x cube plus 1. capital F3 of x is equal to x cube minus pi. And we have to show that all these are anti-derivatives of f of x is equal to 3x square. And there is a question like, how about the function g of x is equal to x cube plus c, where c is a constant. Okay, so this is the question. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് capital F1, capital F2 and capital F3 are anti-derivatives of the small f. അതാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. സോ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി, ഈ ക്യാപിറ്റൽ F1 ഓഫ് F1 ഡാഷിൻ്റെ ക്യാപിറ്റൽ F1ൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് കാണിച്ചാൽ മതി. സോ ദിസ് ഈസ് ഇതാണ് ആൻറ്റി ഡെറിവേറ്റീവ്. അതായത് ഈ എഫിനെ നമ്മൾ സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയണമെങ്കിൽ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ അതേപോലെ നമുക്ക് ക്യാപിറ്റൽ F1ൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഈസ് 3x സ്ക്വയർ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതേപോലെ ലെറ്റ്സ് സി വാട്ട് അബൌട്ട് F2 dash of x. It is also 3x square plus 1ൻ്റെ ഡെറിവേറ്റീവ് 0, so that is same as 3x square, which is again f of x. What about F3 dash of x? It is again 3x square minus pi എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0 തന്നെയാണ്. സോ 3x square which is again is equal to f of x. അതേപോലെ the last one is g of x. g of x is equal to x cube plus c, where c is a constant. അങ്ങനെയാണെങ്കിൽ g of x ഉം ആൻറ്റി ഡെറിവേറ്റീവ് ആകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം? g of x-ൻ്റെ ഡെറിവേറ്റീവ് g dash of x എടുക്കുക, which is 3x square plus ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് which is again 0 അല്ലേ. സോ 3x square which is equal to f of x. അപ്പോൾ ഈ 4 ഫങ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 3x square തന്നെയാണ് വരുന്നത്. സോ ഓൾ ദീസ് ഫങ്ഷൻസ് ആർ ആൻറ്റി ഡെറിവേറ്റീവ്സ്. ഓക്കെ, so there is another theorem. That theorem says
if capital F is an antiderivative of f in the interval I, then every antiderivative, അപ്പോൾ എഫിന് അപ്പോൾ ഈ ഒരു മുന്നത്തെ പ്രോബ്ലത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു ഫംഗ്ഷന് ഒരു ആൻറ്റിഡെറിവേറ്റീവ് മാത്രമല്ല ഒന്നിൽ കൂടുതൽ ആൻറ്റിഡെറിവേറ്റീവ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു തിയറം പറയുന്നത് എഫ് ഒരു ആൻറ്റിഡെറിവേറ്റീവ് ആണെങ്കിൽ വേറെ ഏത് ആൻറ്റിഡെറിവേറ്റീവ്, ഇപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് വേറൊരു ആൻറ്റിഡെറിവേറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും ഒരു എക്സ്പ്രഷൻ? ആ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ഫോമിലായിരിക്കും. ഓക്കെ, വേർ സി ഇസ് എ കോൺസ്റ്റൻറ്റ്, വേർ സി ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ആൻറ്റിഡെറിവേറ്റീവ് ആണെങ്കിൽ ദെൻ എവറി ആൻറ്റിഡെറിവേറ്റീവ് ഓഫ് എഫ് വിൽ ഹാവ് ദ ഫോം എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഓക്കെ, കാരണം എഫ് ഓഫ് എക്സ് സ്മോൾ എഫിൻ്റെ ആൻറ്റിഡെറിവേറ്റീവ് ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി ഇത് ആൻറ്റിഡെറിവേറ്റീവ് ആണോ എന്നറിയാൻ ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് സി കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ഏത് ആൻറ്റിഡെറിവേറ്റീവായ ജി ഓഫ് എക്സ് എടുത്താലും അത് എഫ് ഓഫ് എക്സ് പ്ലസ് സി ഫോമിലായിരിക്കും എന്നുള്ളതാണ് റിസൾട്ട്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് question is example 2. Let small f of x is equal to 1. We have to show that capital F of x is equal to x is an antiderivative from minus infinity to infinity. ഈ ഒരു ഇൻ്റർവെല്ലിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇതിൻ്റെ ആൻറ്റിഡെറിവേറ്റീവ് ആണെന്ന് പറയണം. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഓൾ അതർ ആൻറ്റിഡെറിവേറ്റീവ്സ്, ഓൾ അതർ ആൻറ്റിഡെറിവേറ്റീവ്സ്. ഭയങ്കര സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ക്വസ്റ്റിന് ക്യാപിറ്റൽ എഫ് ആൻറ്റിഡെറിവേറ്റീവ് ആണെന്ന് കാണിക്കാൻ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, വിച്ച് ഇസ് 1, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോ ഇറ്റ് ഇസ് ആൻറ്റിഡെറിവേറ്റീവ്. ഇനി ബാക്കി ഡെറിവേറ്റീവ്സ് നമ്മൾ തൊട്ട് മുന്നത്തെ തിയറം പറഞ്ഞിരുന്നു. ബാക്കി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും? എഫ് ഓഫ് എക്സ് പ്ലസ് സി ഫോമിലായിരിക്കും. ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് ആണ്, എക്സ് പ്ലസ് സി. അപ്പോൾ ഇതായിരിക്കും ബാക്കി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നവർ. സി ഇസ് എ കോൺസ്റ്റൻ്റ്. ആ ഒരു തിയറം വെച്ചിട്ട് വളരെ സിമ്പിൾ, ഒരു 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ ആ സെക്ഷൻ 1-ലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, now we are moving to the definition of a indefinite integral. Indefinite integral. എന്താ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ? നിങ്ങൾ ഓൾറെഡി പ്ലസ് 2-ൽ പഠിച്ചിട്ടുണ്ടാകും. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി, വേർ ദിസ് എഫ് ഓഫ് എക്സ് ഇസ് ദ ആൻറ്റി ഡെറിവേറ്റീവ്. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ആൻറ്റി ഡെറിവേറ്റീവ്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, നമ്മൾ പ്ലസ് 2-ൽ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ. ഇത് കുറേ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലേ. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. പിന്നെ ഇൻ്റഗ്രൽ അതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, സൈൻ എക്സ് അല്ലേ. അതേപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് ഡി എക്സ്, വെറും ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സി അല്ലേ, കാരണം സീൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 അല്ലേ. സോറി, ഒരു കാര്യം പറഞ്ഞു, സോറി. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് സി ആണ് അല്ലേ. ഇൻ്റഗ്രൽ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി. പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇസ് മൈനസ് കോസ് എക്സ്, കാരണം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ്. അത് ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് തരാം, ബേസിക് ഇൻ്റഗ്രേഷൻ ഫോർമുല. അത് പഠിക്കണം, ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ചെറിയ പ്ലസ് 2-ൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുക. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിച്ചു തരാം. ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 0 എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് എക്സ് റേസ് ടു 0 പ്ലസ് 1 ബൈ 0 പ്ലസ് 1 പ്ലസ് സി, വിച്ച് ഇസ് എക്സ് റേസ് ടു 1 ബൈ 1 പ്ലസ് സി, വിച്ച് ഇസ് എക്സ് പ്ലസ് സി. അതേപോലെ അടുത്തത് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്. അത് ആ പോളിനോമിയലിൻ്റെ ഫോർമുല. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പോൾ എക്സ് റേസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 പ്ലസ് സി, വിച്ച് ഇസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. അതേപോലെ ദ തേർഡ് വൺ ഈസ് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ക്യൂബ് ഡി എക്സ്. അതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് 3 ഡി എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് റേസ് ടു മൈനസ് 3 പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് 3 പ്ലസ് 1. ഈ ഒരു സെയിം ഫോർമുല വെച്ചിട്ട് പ്ലസ് സി, ദാറ്റ് ഈസ് എക്സ് റേസ് ടു മൈനസ് 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ഡിവൈഡ് ബൈ മൈനസ് 2. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് വേണമെങ്കിൽ മൈനസ് 1 ബൈ 2 എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് എഴുതാം. കാരണം ഇവിടെ എൻ എന്ന് പറയുന്നത് മൈനസ് 3 ആണ്. എക്സ് റേസ് ടു എന്നിൻ്റെ ആ ഫോർമുലയിൽ എൻ ഈക്വൽ ടു മൈനസ് 3 ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 1 ബൈ 4 ഡി എക്സ്,
which is x raised to 1 by 4 plus 1. അവിടെ n എന്ന് പറയുന്നത് 1 by 4 ആണ്. 1 by 4 plus 1 plus c. ഇനി അതിലൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ഫോമിലാക്കിയാൽ മതി. എക്സ് റേസ് ടു 5 by 4 by 5 by 4 plus c, or it is 4 by 5 x raised to 5 by 4 plus c. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇനി കുറച്ച് റൂൾസ് ഉണ്ടാവും, നിങ്ങൾക്കറിയാം. ഇൻ്റഗ്രൽ c ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീനെ പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതേപോലെ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് രണ്ടിനും ഒരേപോലെ വർക്ക് ചെയ്യും ഇൻറ്റു ഡി എക്സ്. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഓർ മൈനസ്, പ്ലസ് ആണെങ്കിൽ പ്ലസ്, ക്വസ്റ്റ്യനിൽ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് എഴുതിയെന്നേ ഉള്ളൂ, ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ സബ്ട്രാക്ഷൻ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാം. അഡിഷൻ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതാണ് ഉദ്ദേശിച്ചത്. സോ റിഗാർഡിംഗ് ദിസ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ. സിമ്പിളാണ് ഇതെല്ലാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചത്. നമ്മൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാണ്. ഇൻ്റഗ്രൽ 2x³ dx. എന്ത് ചെയ്യണം? 2നെ പുറത്തെടുക്കാം. x³ dx. 2 ഇൻറ്റു x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 by 4 പ്ലസ് സി. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ എക്സ് റേസ് ടു 4 by 2 പ്ലസ് സി അല്ലേ? സിമ്പിൾ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം. സോ ഇറ്റ് ഈസ് 2c. വേണമെങ്കിൽ അതിന് ഫസ്റ്റ് കോൺസ്റ്റൻ്റ് എന്നിടാം. സോ ദാറ്റ് ഈസ് എക്സ് റേസ് ടു 4 by 2 പ്ലസ്. പക്ഷേ സി ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, c1 ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതും ഒരു കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. നമുക്കപ്പോൾ എക്സ് റേസ് ടു 4 by 2 പ്ലസ് സി എന്ന് തന്നെ ഇട്ടാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 2x പ്ലസ് 3 sin x dx. എന്ത് ചെയ്താൽ മതി? സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 2x dx പ്ലസ് ഇൻ്റഗ്രൽ 3 sin x dx, which is equal to 2 into integral x dx plus 3 into integral sin x dx. That is 2 into x ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി, വേണമെങ്കിൽ നമുക്ക് c1 ഇടാം, പ്ലസ് 3 ഇൻറ്റു സൈൻ എക്സിൻ്റെത് മൈനസ് കോസ് എക്സ് പ്ലസ് c2. രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 2x സ്ക്വയർ ബൈ 2 പ്ലസ് 2c1 മൈനസ് 3 കോസ് എക്സ് പ്ലസ് 3c2. പക്ഷേ 2c1ഉം 3c2ഉം കോൺസ്റ്റൻസ് ആണ്. അവർ ആഡ് ചെയ്താൽ പിന്നെ ഒരു കോൺസ്റ്റൻ്റ് തന്നെ കിട്ടും. അതേപോലെ 2ഉം 2ഉം ക്യാൻസൽ ആവും. സോ ഐ ക്യാൻ റൈറ്റ് എക്സ് സ്ക്വയർ മൈനസ് 3 കോസ് എക്സ്. ഇതിൻ്റെ രണ്ടിനെയും കൂടി ആഡ് ചെയ്തിട്ട് ഐ ക്യാൻ റൈറ്റ് സിംപ്ലി സം c. ഓക്കെ, വേർ c is equal to 2c1 plus 3c2 is an arbitrary constant. Okay, അതേപോലെ there is another question, that is to find integral 3x raised to 5 minus 2x cube plus 2 minus 3x raised to minus 1 by 3 dx. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം. സോ 3 ഇൻറ്റു എക്സ് റേസ് ടു 5 dx മൈനസ് 2 ഇൻറ്റു എക്സ് ക്യൂബ് dx പ്ലസ് 2 ഇൻറ്റു ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ 1 തന്നെയാണത് അല്ലേ? 2 ഇൻറ്റു 1 എന്ന് എഴുതാം. അപ്പോൾ 2നെ പുറത്തെടുത്തപ്പോൾ ഇൻ്റഗ്രേഷനുള്ള 1 ആയി. 1 ഇൻറ്റു ഡി എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1 by 3 dx. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി 3 ഇൻറ്റു എക്സ് റേസ് ടു 5ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 6 by 6 പ്ലസ് c1 മൈനസ് 2 ഇൻറ്റു എന്ത് കിട്ടും? എക്സ് റേസ് ടു 4 by 4 പ്ലസ് c2 പ്ലസ് 2 ഇൻറ്റു ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് c3 മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളത് എന്ത് കിട്ടും? എക്സ് റേസ് ടു മൈനസ് 1 by 3 പ്ലസ് 1 ബൈ മൈനസ് 1 by 3 പ്ലസ് 1 പ്ലസ് c4. ഇങ്ങനെയാണ് കിട്ടുക. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ ഇപ്പം എന്ത് കിട്ടും? എക്സ് റേസ് ടു 6 by 2 പ്ലസ് 3c1 മൈനസ് ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ആയിപ്പോൾ എക്സ് റേസ് ടു 4 by 2 മൈനസ് 2c2 പ്ലസ് 2x പ്ലസ് 2c3 മൈനസ് 3 ഇൻറ്റു ഇതെന്ത് കിട്ടും? എക്സ് റേസ് ടു ഇറ്റ്സ് ലൈക്ക് 1 മൈനസ് 1 by 3 അല്ലേ? അപ്പോൾ 2 by 3 ആണ്. എക്സ് റേസ് ടു 2 by 3 by 2 by 3 എന്ന് പറയുമ്പോൾ 2 by 3 മുകളിലോട്ട് വരും. അപ്പോൾ 3 by 2 ആകും. ഓക്കെ, 3 by 2 ആകും. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് 9 by 2. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഐ ഗെറ്റ്, പുറത്തൊരു 3 ഉണ്ട്, അകത്തൊരു 3 by 2 ഉണ്ട്. സോ ഐ ഗെറ്റ് മൈനസ് 9 by 2 എക്സ് റേസ് ടു 2 by 3
പ്ലസ് -3 പിന്നെ നമുക്ക് ഇതിനെല്ലാം ഇനി തൊട്ട് കമ്പൈൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനെ സീനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നില്ല. സോ അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്കൊരു സിംപ്ലി ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് സി എന്ന് എഴുതിയാൽ മതി. സോ ദ ആൻസർ ഇസ് x⁴² മൈനസ് x⁴2 പ്ലസ് 2x മൈനസ് 9/2 x⁴2/3 പ്ലസ് സി. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ആർബിട്രറി കോൺസ്റ്റൻസിനെ സെപ്പറേറ്റ് ആക്കില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു സി എന്ന് മാത്രമേ നമ്മളിനി കൊടുക്കുന്നുള്ളൂ. ഓക്കെ, now a few more questions. Find integral x plus 1 into x² minus 2 dx. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് ഇൻറ്റഗ്രൽ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യാം. x³ മൈനസ് x ഇൻറ്റു x² x³ x ഇൻറ്റു -2 മൈനസ് 2x പ്ലസ് x² മൈനസ് 2 ഇൻറ്റു dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിമ്പിളായിട്ട് ഒറ്റയടിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x³ ഇൻ്റഗ്രേഷൻ x⁴4 മൈനസ് 2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ x²/2 പ്ലസ് x² ഇൻ്റഗ്രേഷൻ x³ മൈനസ് 2x പ്ലസ് സി. ഇവിടെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. x⁴4 മൈനസ് x² മൈനസ് 2x പ്ലസ് അല്ല അതിൻ്റെ ഇടയിൽ ഒരാളെ എഴുതാൻ വിട്ടു അല്ലേ. x² വേണമെങ്കിൽ നമുക്ക് ക്യൂബ് പോളിനോമിയൽ പോലെ പവർ കൂടുതലുള്ളത് ആദ്യം എഴുതാം. അപ്പോൾ x³ മൈനസ് x² മൈനസ് 2x പ്ലസ് സി ഇസ് ദി ആൻസർ. ഒറ്റയടിക്ക് നമുക്ക് ഇൻ്റഗ്രേഷൻ സിമ്പിളായിട്ട് ചെയ്യാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ നന്നായിട്ട് അറിയെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഇറ്റ് ഈസ് 2x² മൈനസ് 1/x² ആണ് അല്ലേ. അതായത് ഡിനോമിനേറ്ററിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? x² ക്യാൻസലായി. സോ 2 മൈനസ് 1/x² ആണ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ ഇനിയിപ്പോൾ സുഖമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ഓഫ് 2 എന്ന് പറയുന്നത് 2x ആണ്. ഇൻ്റഗ്രേഷൻ ഓഫ് 1/x². അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ഇൻ്റഗ്രൽ 2 dx മൈനസ് ഇൻ്റഗ്രൽ 1/x² dx ആണ്. അപ്പോൾ 2x ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ x⁻² ആണ് അല്ലേ. -2 + 1 ഡിവൈഡ് ബൈ -2 + 1 പ്ലസ് സി. അതായത് 2x മൈനസ് this is -1 അല്ലേ. സോ x⁻1 by -1 plus c which is minus plus ആവും. സോ 2x plus 1/x plus c. ഓക്കെ, 2x പ്ലസ് ആൻഡ് നമുക്കറിയാം 1/xൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? -1/x². അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ദിസ് ഇസ് 1/x. അങ്ങനെ അറിയെങ്കിൽ ഒറ്റയടിക്ക് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ x⁻n ഇൻ്റഗ്രൽ ഫോർമുല x⁻n + 1/n + 1 ആ ഫോർമുല വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇൻ്റഗ്രൽ sin t ഡിവൈഡഡ് ബൈ cos² t ഇൻറ്റു dt. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് sin t ഡിവൈഡ് ബൈ cos t ഇൻറ്റു cos t എന്നാക്കാം. ഓക്കെ, ഇനി sin t ബൈ cos t എന്ന് പറയുന്നത് tan t ആണ്. അതേപോലെ 1/cos t എന്ന് പറയുന്നത് sec t ആണ്. സോ ഇതിനൊന്നുകൂടെ നമുക്ക് ഫെമിലിയർ ഫോമിൽ എഴുതാം. sec t tan t ഇൻ്റഗ്രൽ sec t tan t. ആൻഡ് നിങ്ങൾക്ക് അറിയാം ഡെറിവേറ്റീവ് ഓഫ് sec x ഇസ് എന്താണ്? sec x ഇൻറ്റു tan x. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? sec x. സോ ഇവിടെ നമുക്ക് x അല്ല പകരം t ആണെന്നുള്ളൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ ഇൻ്റഗ്രൽ sec x tan x അല്ലെങ്കിൽ sec t tan t എന്ന് പറയുന്നത് sec t തന്നെയാണ് പ്ലസ് c. സോ ദിസ് ഈസ് ദി ഇൻ്റഗ്രേഷൻ. Okay, now there is some differential equations എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെറിവേറ്റീവ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ സോൾവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഫൈൻഡ് എഫ് സച്ച് ദാറ്റ് f dash of x is equal to 2x minus 1. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ത്രൂ ഔട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഇൻ്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ f(x) തന്നെ കിട്ടും. ആദ്യം ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സോ ഇറ്റ്സ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് f(x) യു വിൽ ഗെറ്റ്. ഇപ്പോൾ ഇത് രണ്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് f(x) തന്നെ കിട്ടും. സോ f(x) ഇസ് ഈക്വൽ ടു 2xൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു x² / 2 മൈനസ് എക്സിൻ്റെ 1ൻ്റെ ഡെറിവേറ്റീവ് ദിസ് +1. സോ എന്ത് കിട്ടും? x² - x + c.
അതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ പ്ലസ് സി എന്നുള്ളതുകൊണ്ട് ഒരു ജനറൽ സൊല്യൂഷനാണ് അല്ലേ. അതായത് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സി ഓരോ വാല്യൂ സിക്ക് കൊടുക്കും തോറും നമുക്ക് ഓരോരോ സൊല്യൂഷൻ കിട്ടും. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഒരു സൊല്യൂഷനാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ഒരു സൊല്യൂഷൻ. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സിംഗിൾ സൊല്യൂഷൻ അല്ല. അത് നമ്മൾ ആക്ച്വലി പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ 1 കൊടുത്താൽ ചിലപ്പോൾ ഒരെണ്ണം കിട്ടും, 2 കൊടുത്താൽ അടുത്തിട്ട്, അതായത് ഫാമിലി ഓഫ് കർവ്സ് ആയിട്ട്. ആൻഡ് ഇതെല്ലാം ഇതിൻ്റെ സൊല്യൂഷനാണ്. അതായത് നമ്മളിതിനെ ജനറൽ സൊല്യൂഷൻ എന്നാണ് വിളിക്കുക. ജനറൽ സൊല്യൂഷൻ. കാരണം സി എന്ന് പറയുന്നതിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ഓരോരോ സൊല്യൂഷൻ കിട്ടും. അതിന് കുറേ സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ സിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ജനറൽ സൊല്യൂഷനാണ് കിട്ടുക. അപ്പോൾ നമുക്ക് സപ്പോസ് വി നീഡ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ, ഒരു എക്സാക്ട്ലി ഒരു സൊല്യൂഷൻ, അതായത് സിക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമുക്ക് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഉള്ളത്. അതായത് നമുക്കൊരു ക്ലൂവും കൂടെ തരും. സോ ആ ക്ലൂ വെച്ചിട്ട് നമുക്ക് സിയുടെ വാല്യൂ എക്സാക്ട്ലി കണ്ടുപിടിക്കാം. സോ അതിന് നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മളൊരു ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു ഇനിഷ്യൽ വാല്യൂ തരാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ വാല്യൂ എന്താണ്, ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു ഹിൻഡ് വെച്ചിട്ട് നമ്മൾ സീനെ കണ്ടുപിടിക്കും. അതിനെയാണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. അതിനൊരു എക്സാമ്പിളാണ്, സപ്പോസ് ഒരു ട്രെയിന് എന്താണ്, ഇറ്റ്സ് in a test run of a maglev along a straight elevated monorail track, data obtained from reading its speedometer indicate the velocity. ഒന്നുമില്ല, ഒരു ട്രെയിൻ പോകുന്നു, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ഓഫ് ടി ഇസ് ഈക്വൽ ടു 8t 0 ≤ t ≤ 30 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പൊസിഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ പൊസിഷൻ ഫംഗ്ഷൻ എസ് ഓഫ് ടി കണ്ടുപിടിക്കണം. നമുക്കറിയാം എസ് ഡാഷ് ഓഫ് ടി ആണ് വി ഓഫ് ടി എന്ന് നമുക്കറിയാം. വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷൻ്റെ ഡെറിവേറ്റീവ് ആണെന്നറിയാം. ആൻഡ് നമുക്ക് പൊസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഒരു ഹിൻറ്റും കൂടെ തന്നിട്ടുണ്ട്. അസ്യൂം ദാറ്റ് ദ മാഗ്ലെവ് ഈസ് ഇനിഷ്യലി ലൊക്കേറ്റഡ് അറ്റ് ദി ഒറിജിൻ ഓഫ് എ കോർഡിനേറ്റ് ലൈൻ. അതായത് ഇനിഷ്യലി ഉള്ളത് ഒറിജിനിൽ തന്നെയാണ്. അതായത് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, 0 ടൈം അല്ലേ. 0 ടൈമിൽ എവിടെ തന്നെയുള്ള 0-ൽ തന്നെ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ, 0 തന്നെ. ആ മോണോറെയിലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് തുടങ്ങുന്ന സമയത്ത് മാഗ്ലെവ് സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ളത്. അതായത് 0th ടൈമിൽ പൊസിഷൻ 0 തന്നെയാണെന്നാണ് ഹിൻഡ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എസ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് വി ഓഫ് ടി തന്നിട്ടുണ്ട് 8t വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് എസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് എസ് ഓഫ് ടി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, എസ് ഓഫ് ടി കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ഓഫ് വി ഓഫ് ടി അല്ലേ. കാരണം വി ഓഫ് ടീൻ്റെ എസ് ഡാഷ് ഓഫ് ടി, എസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടപ്പോഴാണ് വി ഓഫ് ടി. അപ്പോൾ വി ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് തിരിച്ച് എസ് ഓഫ് ടി കിട്ടുക. ഓപ്പോസിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വി ഓഫ് ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 8t dt ദാറ്റ് ഇസ് ഈക്വൽ ടു 8 × t² / 2 + c, അതായത് 4t² + c. അപ്പോൾ അതാണ് നമുക്ക് എസ് ഓഫ് ടി കിട്ടിയത്. എസ് ഓഫ് ടി എന്ന് പറയുന്നത് പൊസിഷൻ ഫംഗ്ഷൻ 4t² + c. പക്ഷേ സി എന്ന് പറയുന്ന ഒരു ജനറൽ സൊല്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. എസ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ഇനിഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്, തുടക്കത്തിലെ വാല്യൂ, ഇനിഷ്യൽ വാല്യൂ. അപ്പോൾ എസ് ഓഫ് 0 = 0 തന്നിട്ടുണ്ട്. അതായത് t 0 ആകുമ്പം എസ് എന്താകും, 0 ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രൂ ഔട്ട് ടിക്ക് 0 കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും, എസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 4 × 0² + c എന്ന് കിട്ടും. പക്ഷേ എസ് ഓഫ് 0 എന്താണ്, 0 ആണ്. സോ 0 ഇസ് ഈക്വൽ ടു 4 × 0 = 0 c. സോ സീൻ്റെ വാല്യൂ എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ ഈ സീനെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 4t² എന്ന ആൻസർ കിട്ടും. സോ ദിസ് ഈസ് ദി ആൻസർ. അതേപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ സെക്ഷനിൽ, എക്സാമ്പിൾ 8, ദാറ്റ് ഈസ് ഡിസ്ക്രൈബിംഗ് പാത്ത് ഓഫ് എ പോപ്പപ്പ്. ഒരു ബേസ്ബോൾ ഗെയിമിൽ വൺ ഓഫ് ദി ബാറ്റേഴ്സ് ഹിറ്റ് എ പോപ്പപ്പ്. സപ്പോസ് ദാറ്റ് ദി ഇനിഷ്യൽ വെലോസിറ്റി, അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോൾ എന്ന് പറയുന്നത് 96 feet/second ആണ്. ആൻഡ് ദി ഇനിഷ്യൽ ഹൈറ്റ് ഓഫ് ദ ബോൾ, അതായത് ഇനിഷ്യൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഓഫ് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0th ടൈമാണ് അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ. വി ഓഫ് 0 തന്നിട്ടുണ്ട് 4. ഇത്ര ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പൊസിഷൻ ഫംഗ്ഷൻ എസ് ഓഫ് ടി കണ്ടുപിടിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഹൈ ഡിഡ് ദ ബോൾ ഗോ, എത്ര ഹൈറ്റിലാണ് ബോൾ പോയത് എന്ന് കണ്ടുപിടിക്കണം.
Third is how long did the ball stay in there after being struck? നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് എത്ര നേരം ബോൾ ഇതിൽ നിന്നു, ബാസ്കറ്റ് ബോൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? പൊസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ആ ബോളിൻ്റെ പൊസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതായത് നമുക്കൊരു ഇങ്ങനെ ഒരു പൊസിഷൻ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ അവിടുത്തെ ടി ഓരോ ടൈമിൽ വാല്യൂ കൊടുത്താൽ, ടീൻ്റെ വാല്യൂ കൊടുത്താൽ ആ ബോൾ എവിടെയാണ് കറക്റ്റ് എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ 10th സെക്കൻഡിൽ ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ 10 കൊടുത്താൽ ഈ ഒരു ഹൈറ്റ് കിട്ടും, ലൈക്ക് ദാറ്റ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര ഹൈറ്റിൽ പോയി എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര നേരം അത് എയറിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എസ് ഓഫ് ടി കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. കാരണം നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 96 ഫീറ്റ് തന്നിട്ടുണ്ട് അല്ലേ. സോ എസ് ഓഫ് ടി ഡിനോട്ട് ദ പൊസിഷൻ. അപ്പോൾ ഇനിഷ്യൽ ടൈം തന്നിട്ടുണ്ട്. ഇനി ദ ഫോഴ്സ് ആക്ടിങ്, അതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ബോളിലുള്ള പിന്നെ ബോളിൽ ആക്ട് ചെയ്യുന്ന ഒരു വെലോസിറ്റി അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ. സോ ടേക്കിംഗ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ടു അപ്പോൾ ആക്സിലറേഷൻ എന്തിട്ട്? അപ്പോൾ വി ഓഫ് ടി എന്ന് പറയുന്നത് വി ഗോട്ട് ഇറ്റ് ആസ് ഇറ്റ് ഈസ് വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. ഇനിഷ്യൽ വെലോസിറ്റി ഇസ് 96 ആൻഡ് ഇനിഷ്യൽ ഹൈറ്റ് ഇസ് 4 തന്നിട്ടുണ്ട്. സോ എസ് ഓഫ് 0 തന്നിട്ടുണ്ട് 4. ഇനിഷ്യൽ വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇനിഷ്യലാണ് വെലോസിറ്റീൻ്റെ വി ഓഫ് ടി അല്ല തന്നിരിക്കുന്നത്, ഇനിഷ്യൽ വെലോസിറ്റി, അതായത് വി ഓഫ് 0 ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വി ഓഫ് 0 ഇസ് 96. വി ഓഫ് 0 തന്നിരിക്കുന്നത് 96. ഇനി നമുക്ക് ആക്സിലറേഷൻ വേണം അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്ന ആകെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിങ്ങൾ ഫിസിക്സിൽ അറിയാമല്ലോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എസ് ഡബിൾ ഡാഷ് ഓഫ് ടി ഇസ് -32 ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നൗ അപ്പോൾ ആദ്യം നമുക്ക് എസ് ഡബിൾ ഡാഷ് ഓഫ് ടി തന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എസ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. എസ് ഡാഷ് ഓഫ് ടിക്ക് എന്ത് ചെയ്താൽ മതി? എസ് ഡബിൾ ഡാഷിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എസ് ഡാഷ് ഓഫ് ടി കിട്ടും. സോ ഇറ്റ് ഇസ് -32 dt. ദാറ്റ് ഇസ് -32 t പ്ലസ് സി. അതാണ് എസ് ഡാഷ് ഓഫ് ഒരു C1 ഇടാം, കാരണം ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി എസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രേഷൻ ഓഫ് എസ് ഡാഷ് ഓഫ് ടി ആണ്, ഇൻ്റഗ്രേഷൻ ഓഫ് ഒരു ഡെറിവേറ്റീവ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു -32 ഇൻ്റഗ്രൽ ഓഫ് -32 പ്ലസ് C1 ഇൻറ്റു ഡി ടി. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് -32 t² പ്ലസ് C1 t പ്ലസ് C2 എന്ന് കിട്ടും ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ -16 t² പ്ലസ് C1 t പ്ലസ് C2. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ പൊസിഷൻ ഫംഗ്ഷൻ. പക്ഷെ ആയിട്ടില്ല പൊസിഷൻ ഫംഗ്ഷൻ. ദിസ് ഇസ് എസ് ഓഫ് ടി. പക്ഷെ നമുക്ക് രണ്ട് പോയിൻറ്റ്സും കൂടി ഉണ്ട്. അതായത് വി ഹാവ് ടു ഫൈൻഡ് C1 ആൻഡ് C2 അല്ല, പെർട്ടിക്കുലർ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് 2 ഹിൻ്റ് ഉണ്ട്. എസ് ഓഫ് 0 4 ആണ്. എസ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 96 ആണ്. അപ്പോൾ എസ് ഡാഷ് ഓഫ് ടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എസ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് -32 t പ്ലസ് C1 അതിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ടിക്ക് 0 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? എസ് ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു -32 ഇൻറ്റു 0 പ്ലസ് C1. എസ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ 96 ഇസ് ഈക്വൽ ടു C1 എന്ന് കിട്ടും. സോ എസ് ഡാഷ് ഓഫ് ടിയിൽ C1ൻ്റെ വാല്യൂ നമുക്ക് 96 കിട്ടി. അതേപോലെ എസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 4 അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? എസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു -16 ഇൻറ്റു 0² പ്ലസ് C1 ഓൾറെഡി വാല്യൂ നമുക്ക് കിട്ടിയ 96 പ്ലസ് C2. അപ്പോൾ എന്ത് കിട്ടും? C2 ഇസ് ഈക്വൽ ടു എസ് ഓഫ് 0 വിച്ച് ഇസ് 4. അപ്പോൾ C2ൻ്റെ വാല്യൂം കിട്ടി, C1ഉം കിട്ടി, C2ഉം കിട്ടി. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു -16 t² മൈനസ് 96 t പ്ലസ് 4. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എ പാർട്ടിൻ്റെ ആൻസർ, പൊസിഷൻ ഫംഗ്ഷൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ നമുക്ക് എന്താ വേണ്ടത്? രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വി നീഡ് ദി ഹൈറ്റ് അല്ലേ, ഹയസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ വെലോസിറ്റി നിങ്ങൾക്കറിയാം, ഒരു ബോൾ ഇങ്ങനെ മുകളിലോട്ട് പൊന്തി താഴോട്ട് വരും. അപ്പോൾ ഏറ്റവും ഹൈറ്റിലെത്തുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ടാൻജൻറ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എസ് ഡാഷ് ഓഫ് ടി ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട് നമുക്ക്, അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട്? -32 t പ്ലസ് 96 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
വെലോസിറ്റി 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. വെലോസിറ്റി 0 ആവുന്ന പോയിന്റിലായിരിക്കും ഏറ്റവും ഹൈറ്റ് ഉണ്ടാവുക. അപ്പോൾ വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് -32t + 96 0 ആകുന്ന പോയിന്റ്. അതായത് എന്ത് കിട്ടും? ആൻസർ ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് -32t is equal to -96 or t is equal to -96/32. അപ്പോൾ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 3 അല്ലേ. അപ്പോൾ ടി എന്ന് പറയുന്നത് 3യിലാണ് ആ ഒരു ഹയസ്റ്റ്, അതായത് വെലോസിറ്റി 0 ആവുക. അതായത് ടി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് വെലോസിറ്റി ടി ഇസ് ഈക്വൽ ടു 3 ആകുമ്പോഴാണ് വെലോസിറ്റി 0 ആവുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഹൈറ്റ്. അപ്പോൾ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഹൈ, എത്ര ഹൈറ്റിൽ പോയി എന്നാണ്. അതായത് ഈ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടി ഇത് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? S(3) കണ്ടുപിടിച്ചാൽ മതി. കാരണം ടി ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ടൈമിലാണ് ഏറ്റവും ഹൈറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ S(3) എന്ന് പറയുന്നത് -16 × 3² + 96 × 3 + 4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആൻസർ 148 ഫീറ്റ് എത്ര കിട്ടും? നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. സോ 148 ഫീറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി സി എന്ന് പറയുന്നത് എന്താ? എത്ര നേരം അത് എയറിൽ നിന്നതാണ്. ഇനി ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വെൻ പൊസിഷൻ 0 ആകുമ്പോൾ അല്ലേ. അതായത് ബോൾ ഇങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങനെ വരുന്നത് എപ്പോഴാണ്? പൊസിഷൻ 0 ആകുമ്പോൾ അല്ലേ. 0th പൊസിഷനിലാണിത് ഈ ബോൾ എന്ത് ചെയ്യുന്നത്? ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ S(t) 0 ആവുക എന്ന് പറഞ്ഞാൽ S(t)ൻ്റെ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. -16t² + 96t + 4 is equal to 0. ആ ടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഏതാ +or - b +or - √b² - 4ac അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫോമിൽ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്ററിൽ ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -0.04 ഓർ 6.04 എന്ന് കിട്ടും. അപ്പോൾ ഇത് ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ലാത്തതുകൊണ്ട് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 6.04 ആയിരിക്കും. ഓക്കെ. അതായത് ബോള് പിന്നെന്താണ് ഇവിടുന്ന് പൊന്തിയിട്ട് 6.04 സമയത്താണ് പൊസിഷൻ 0 ആയത്. അത് അത്രയും നേരം എന്താണ്? അത് എയറിലാണ്. സോ ദ ബോൾ ആഫ്റ്റർ ദ ബോൾ വാസ് സ്ട്രക്ക്, ബോൾ ഏകദേശം എത്ര സമയത്തോളം, എത്ര സെക്കൻഡോളം എയറിലുണ്ടായിരുന്നു? 6 സെക്കൻഡ്സ്. 6.04 ആണ്. സോ ഓൾമോസ്റ്റ് 6 സെക്കൻഡ്സ് അത് എയറിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ആ ഡൗട്ട്സ് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം ക്ലാസ്സിൽ നിന്ന്. ഓക്കെ, താങ്ക് യു.